ഹായ്, നമസ്കാരം. പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. പവിത്രം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മൾ ഈ ചാനലിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ സീരിയൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോ എനിക്കിതിൻ്റെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ സ്റ്റോറിയോ വലിയ പിടുത്തമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കഴിയാവുന്നത്ര ചെറിയ രീതിയിൽ ചുരുക്കി പറയുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഡേ മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഥാപാത്രങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേ മാഡത്തിനെ, അതായത് വിക്രമിൻ്റെ വൈഫിനെ, എൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അവരെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗോഡൗണിലേക്ക് ഇട്ടിരിക്കുകയാണ്. സോ അവളുടെ 2 കൈയും ബാക്കി കെട്ടി ഇരിക്കുകയാണ്. ഇട്ടതിന് ശേഷം നമ്മുടെ കുറച്ച് ഗുണ്ടകൾ അവിടെ നിൽക്കുന്നു. ഗുണ്ടകളോട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ ആരാണ്, എന്തിനാണ് എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ട് വന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്താണ്, എന്നെ അഴിച്ചുവിട് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, മിണ്ടാതിരിക്കടി ആണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് നിന്നെ ഞങ്ങൾക്കൊന്ന് ആസ്വദിക്കാനാണ്, നിങ്ങളെ സ്നേഹിക്കാനാണ് എന്ന് പറയുന്നു. ഞാൻ ആരാ നിനക്കറിയില്ല, ജഡ്ജി ശങ്കരൻ്റെ മോനാണ്. നിൻ്റെയൊക്കെ തല കാണത്തില്ല, എൻ്റെ ഹസ്ബൻഡിനെ അറിയത്തില്ല, എൻ്റെ വൈഫിനെ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത്. നീ അവിടെ നിൽക്കുക, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളില്ലല്ലോ, പിന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നത്, തട്ടിക്കൊണ്ട് വന്ന ആളുകൾ ഞങ്ങളോട് എന്താ പറഞ്ഞത്, അതുപോലെ ചിലപ്പോൾ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, ഇനി അതല്ല നിന്നെ അങ്ങ് മേയാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ ആരാ എന്നോട് പറഞ്ഞത് നിങ്ങളെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരാൾ കൈ അടിച്ചുകൊണ്ട് വരുന്നു. വാസവൻ കൈ അടിച്ചിട്ട് വരുന്നു. ഞാനാണ് ഈ പാവം വാസവനാണ് വന്നു വരുന്നു. അവൾ അമ്പലപ്പെട്ട് നിൽക്കുന്നു. നിങ്ങളെന്തിനാണ് തട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ അടുത്ത് സീൻ ഇടയ്ക്ക് കാണിക്കുകയാണ് വിക്രമിൻ്റെ അമ്മ വിക്രമിൻ്റെ തലയിൽ ജസ്റ്റ് എണ്ണ തേച്ചുകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രീജ ഒന്ന് എണ്ണയൊക്കെ എടുത്ത് കൊടുക്കുന്നു, എല്ലാവരും മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തലയെണ്ണയുടെ അമ്മയോട് പറയുന്നു, അമ്മയെ കുറച്ചും കൂടി ചെയ്യുമ്പോൾ തറയിൽ കിടന്നുണ്ടായിരുന്ന തലയിൽ മരവിപ്പ് പോലെ എന്ന് പറയുന്നു. കുറച്ച് നേരം ഇപ്പോൾ അമ്മ വിഷമിച്ചിരിക്കുന്നു. വീണ്ടും തലയിൽ എണ്ണ തേച്ച് അമ്മ തലയിൽ എണ്ണ തേക്ക് നല്ല സുഖമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭാഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വീണ്ടും നമ്മുടെ ഈ ഒരു സീനിലേക്ക് തന്നെ കാണിക്കുകയാണ്. അതായത് വാസവൻ ഗുണ്ടകളും എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, നീ എന്നോട് കാണിച്ച് നിനക്ക് അറിയത്തില്ലല്ലടി എന്ന് പറഞ്ഞു. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഇതുവരെയും ശത്രുത ഒന്നും ഇല്ലല്ലോ, എന്ത് കാര്യത്തിനാണ് എന്നെ തട്ടിക്കൊണ്ട് വന്നേക്കെന്നൊക്കെ ചോദിക്കുന്നത്. എൻ്റെ നേരെ വന്നിട്ട് എന്നാൽ പിന്നെ എന്തിനാണ് മക്കളെ നിങ്ങൾ തട്ടിക്കൊണ്ട് കൊണ്ടുവരോട് ഉപവാസം പറയുന്നു. അവിടെ നേരെ കൊങ്ങയ്ക്ക് അവളുടെ പിടിക്കുന്നു, കുഴന്തേനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കൊന്നും അറിയില്ലല്ലടി, അപ്പോൾ നീ എന്നെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യല്ലായിരുന്നു ചെയ്തിട്ടെന്ന് പറഞ്ഞു. വാദിക്കില്ല, പിന്നെ എന്തിനു തട്ടിക്കൊണ്ട് വന്നത് വെച്ചു. എന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇവരുടെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ട് വക്കീലിൻ്റെ ബുദ്ധിയായിരുന്നു ഇത് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം വിക്രം വാസവൻ്റെ കൊച്ചിനെ തല്ലി, ആ തല്ലിയതിനുള്ള പ്രതികാരമാണ് ആക്ച്വലി ഇവിടെ വാസവൻ ഇവിടെ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ തല്ലി കഴിഞ്ഞപ്പോൾ അവന് വിഷമം വന്നു. അപ്പോൾ ഇവളെ തല്ലിയിട്ട് ഇവളുടെ അച്ഛനെ സങ്കടപ്പെട്ടു. അതുപോലെ വിക്രമിന് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവണം. അപ്പോൾ അത് പുള്ളിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഇവളെ തട്ടിക്കൊണ്ട് വന്നതും ഇങ്ങനെ ഇടുന്നതും അതായിരുന്നു കാരണം. അതിനിടയ്ക്ക് വീണ്ടും അത് പുള്ളി പറയുന്നുണ്ട്, വാസവൻ പറയുന്നുണ്ട്. ശേഷം വീണ്ടും നമ്മുടെ വിക്രമിൻ്റെ ഭവനത്തെ കാണിക്കുന്നു. അപ്പോൾ വിക്രമിൻ്റെ അളിയൻ, അപ്പോൾ എല്ലാവരും ഹാളിൽ നിൽക്കുന്നു. ശ്രീജ, മറ്റേ അമ്മ, വിക്രം,
പിന്നെ മറ്റേ പെണ്ണുമ്പിള്ള ആങ്ങള പെങ്ങള് അപ്പോൾ മറ്റേ പുള്ളിയൻ ആളെയും കയറി വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കും, ചെറുതിൽ കുറ്റപ്പെടുത്തേക്ക് സംസാരിക്കുന്ന. ജയിലിൽ പോയപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ അമ്മയ്ക്കൊക്കെ. എന്താ പറയുക, ജയിലിൽ പോയാൽ എന്താ ടൂറ് പോയ മാതിരി വന്ന മാതിരി വന്ന് ആങ്ങള പറയുന്നു, അല്ല പെങ്ങൾ പറയുന്നു. സോ അത് കുറച്ച് നേരം കാണിക്കുന്നു. അത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പുള്ളിക്ക് വിക്രമിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ആര്? അളിയൻ്റെ ഷെയ്ക്ക് ഹാൻഡ് വാങ്ങുന്നില്ല. എന്താ പറഞ്ഞു, അപ്പോൾ എൻ്റെ കൈ പിടിച്ച് കൊടുക്കുന്നു. മറ്റേ പെങ്ങൾ പറയുന്നു, നിങ്ങളും വല്ല ജയിലിൽ പോയെങ്കിൽ കുറച്ചുകൂടെ സ്നേഹം കിട്ടും ജയിലിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞു. ഓ ചക്കയ്ക്കൊത്ത ശങ്കരൻ അമ്മ ഈ രണ്ടുപേരെയും പറഞ്ഞിട്ട് പോന്നു. അത് കഴിഞ്ഞ ശേഷം വിക്രം കണ്ണാടി മുടി ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. വിക്രം മുടി ചെയ്യാൻ്റെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മുടിയുടെ പീസ് അവിടെ കാണുന്നു. അപ്പോൾ അത് ഓർക്കുമ്പോൾ അവളുടെ ഭാര്യയുണ്ട്, ആ ഭാര്യയുടെ മുടിയാണ്. അപ്പോൾ ജയിലിൽ കിടന്ന് അവൾക്ക് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അവൻ്റെ വിക്രമത്തിൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതായിരിക്കും അവൻ ദേഷ്യം പേരുന്നു, അവൻ മുടി വലിച്ചെറിയുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും നമ്മുടെ ഗുണ്ടകളുടെ ഇടയിലുള്ള സീനാണ് കാണിക്കുന്നത്. ഗുണ്ടകളുടെ ഇടയിലുള്ള സീനിൽ വിക്രമല്ല മറ്റേ അവള് ലാസ്റ്റെല്ലാം പറഞ്ഞ ശേഷം വാസവൻ പറയുന്നു, 2 ദിവസം പട്ടിണിക്ക് കിടത്തിയതിന് ശേഷം അത് ക്ഷീണം വന്ന ശേഷം പിന്നെ നിങ്ങളങ്ങ് നല്ലവണ്ണം മേഞ്ഞ പിന്നെ ആ കാന്തം മുഖത്ത് കൊന്നും കളഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ശേഷം പുള്ളി പോയതിന് ശേഷം ഇവള് കൈയിൻ്റെ വിലങ്ങ് കെട്ടിയിട്ടേന്ന് കെട്ട് അഴിക്കാനായിട്ട് ശ്രമിക്കുന്നു, പറ്റുന്നില്ല. ഗുണ്ടകൾ ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവളാണെങ്കിൽ ഭയങ്കര മോഡേൺ രീതിയിലൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുകയാണ്. സോ അവർ അടുത്തത് എന്താണ് ചെയ്യാൻ, ഉടനെ അവരൊന്നും പിടിപ്പിക്കാൻ പോകില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ആ ഒരു സീനോട് കൂടി ആ ഒരു എപ്പിസോഡ് കഴിയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സീരിയലിൻ്റെ എപ്പിസോഡ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോയും പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.